1 John chapter 3 verse 1 onwards. യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ടാണ്. 1-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാണ് ഞാൻ ഇന്ന് കിടക്കുന്നത്. വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ഒരൊറ്റ വാക്യം എടുക്കാം. How great is the love the Father has lavished on us that we should be called children of God, and that is what we are. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പലർക്കും അറിയത്തില്ല. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒട്ടും അറിയത്തില്ല. ഈ ഒരു വാക്യം അങ്ങനെയുള്ളവർക്ക് ഒത്തിരി പ്രയോജനമാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാൺമീൻ. നമ്മൾ അറിയണം കാര്യങ്ങൾ എന്താണ്. നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്, വാത്സല്യ മക്കളാണ്. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ വലിയ വലിയ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ പ്രധാനപ്പെട്ട പ്രസിഡൻറ്റോ അല്ലെ CEO ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ മീറ്റിങ്ങിലിരിക്കുമ്പോൾ അവരുടെ കൊച്ചു മകൾ, ഒരു 4 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടിയും അങ്ങോട്ട് കയറി അറിയാതെ അകത്തോട്ട് കയറി ചെന്നാൽ ആ അപ്പൻ ഒരിക്കലും അതിനെ ചീത്ത പറയത്തില്ല, അതിനെ വഴക്ക് പറയില്ല. അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അതിനെ ഏൽപ്പിക്കേണ്ട ആളിനെ ഏൽപ്പിക്കും. കാരണം അത് ഈ അപ്പനെ കണ്ടുകൊണ്ട് ഓടി വന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദൈവം സകലതും മറന്ന് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് തലയിൽ കയറിയാൽ ഏത് സ്റ്റേജിൽ, അതുകൊണ്ടാണല്ലോ മുടിയനായ പുത്രൻ്റെ കാര്യത്തിൽ വളരെ പ്രസക്തി. അവൻ വസ്ത്രം മാറി കുളിച്ച് ഡ്രസ്സ് ചെയ്ത് നല്ല എൻ്റെ അപ്പനെന്ന് പറഞ്ഞ് അല്ല വന്നത്. അവൻ വന്ന സ്ഥിതി വളരെ മോശമായിരുന്നു. പക്ഷെ അപ്പന് തൻ്റെ മകനെ അറിയാവുന്നത് കൊണ്ട് വന്ന സ്ഥിതി നോക്കാതെ അവനെ സ്നേഹിച്ച ഒരു പിതാവ്. അതാണ് നമ്മുടെ പാപമെല്ലാം മാറിയിട്ട് എൻ്റെ ഈ രഹസ്യ കാര്യങ്ങളെല്ലാം പാപം ഒഴിച്ചു മാറ്റി വെച്ച് ദൈവത്തിനെ സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്ന അനേക മക്കളോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ പാപത്തോടുകൂടി തന്നെ എൻ്റെ അടുക്കൽ കടന്നു വാ, നിന്റെ ബലഹീനതയോടുകൂടി എൻ്റെ അടുക്കൽ കടന്നു വാ. കാരണം കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹം! ചെറിയ സ്നേഹമാണോ തന്നിരിക്കുന്നത്? എത്ര വലിയ സ്നേഹം എന്ന് പറയുമ്പോൾ അവൻ്റെ സ്നേഹം നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല. അവൻ്റെ സ്നേഹം അറിയണമെങ്കിൽ പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ നമ്മൾ കാണണം. അബ്രഹാം തൻ്റെ സന്തതിയായ ഇസഹാക്കിനെ മൊറിയ മലയിൽ കൊണ്ടുപോയി യാഗവസ്തുവായിട്ട് കൊണ്ടുപോയി ആ യാഗവസ്തുവായിട്ട് അവനെ കെട്ടി വിറകിന്മേൽ വെച്ച് കഴിഞ്ഞ് കത്തിയെടുത്ത് അവനെ അറക്കാൻ തുടങ്ങിയ നിമിഷത്തിലാണ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. വിശുദ്ധ സ്നേഹത്തിൻ്റെ ആഴം, ദൈവത്തോടുള്ള സ്നേഹം. മകനെക്കാട്ടിൽ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ്? ദൈവത്തെക്കാട്ടിൽ നമ്മളെ സ്നേഹിച്ചു എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ അതിര് നമുക്ക് അവനെ തന്നെ ഒഴിഞ്ഞു വെക്കുകയാണ് സ്വന്തം പുത്രനെ അയച്ചു തന്നപ്പോൾ. നമ്മൾ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് നമ്മൾ ചെന്ന് പ്രശ്നം പരിഹരിക്കാൻ പോകും. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ ഒരിക്കലും വിടുകയില്ല. കാരണം നമുക്ക് അന്നേരം നമ്മുടെ നെഞ്ചു പേടിക്കും. ദൈവം തൻ്റെ പുത്രനെ, തന്നിൽ നിന്നുള്ളവനെ തന്നെയാണ് ഭൂമിയിലോട്ട് ഇറക്കിയിട്ട്. കാരണം സ്വർഗം ഭരിക്കുന്നവൻ പിതാവാം ദൈവം അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകാമെന്ന് യെശയ്യായിൽ കേൾക്കുന്ന വാക്യം ഒരുപക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ മാറ്റൊലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പേ, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ബലഹീനത ഉണ്ടാകുമെന്ന്. അന്ന് പുത്രൻ പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാം, പ്രശ്നം ഉണ്ടായെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുന്നതിന് ആരാണ് മാറി നിൽക്കുന്നത്? കാൺമീൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം, ചെറിയ സ്നേഹമല്ല, ഇത്ര വലിയ സ്നേഹം നമുക്കുണ്ട്. ആരാണ് ആ ഇത്ര വലിയ സ്നേഹത്തിനകത്ത്? യേശുവാണ് നിൽക്കുന്നത്. യേശു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ അനേക കുടുംബങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാതെ നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെയും പോയി പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധനായ ദൈവാത്മാവ് പറയുകയാണ്, ഇവിടെയാണ് നിങ്ങളുടെ ഉത്തരം, ഇതാണ് നിൻ്റെ ഉത്തരം. നീ അവിടെ ഇവിടെ ഓടാടി നടക്കാതെ യു കം സ്ട്രെയിറ്റ് ടു മീ. പുതിയ നിയമത്തിൽ യേശുവിനെ കാണുന്നില്ലെങ്കിൽ കണ്ടവർ പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ആ മറ മാറിയിട്ട് എത്ര കാലമായി, തിരശ്ശീല രണ്ടായിട്ട് പിളർന്നിട്ട് കാലം എത്രയായി. നമ്മുടെ പാപമാണ്, നമ്മുടെ ബലഹീനതയാണ്. ഈ കടം തീർന്നിട്ട് വിളിക്കാം, ഈ കടം തീർന്നിട്ട് ഞാൻ വലിയ മീറ്റിംഗ് നടത്താം.
യു റിയലി ഡു വാട്ട് ഈസ് ഗോഡ് റിക്വയറിങ് ഓൺ എ ഡെയിലി ബേസിസ്. വലുത് എന്നുള്ള ചിന്ത മാറ്റി വെച്ച് ദൈവം എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് ചെയ്യാനുള്ള കൃപയാണ് വേണ്ടത്. ദൈവം എന്താ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല. നമ്മളെല്ലാം വലിയ പ്ലാനുകൾ. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ, ഐ യൂസ് ടു റിമെമ്പർ ഐ വാസ് എ ഗുഡ് സ്പീക്കർ ഇൻ സ്കൂൾ ആൻഡ് കോളേജസ്. അപ്പോൾ ഞാൻ അന്നേരം എല്ലാം പറയും, ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ മൈക്കെടുത്ത് അനേക മക്കളുടെ മുമ്പിൽ ഞാൻ വചനം പറയും. അതായത് പലയിടത്തും വചനം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ഒരു ലെവലിൽ ഞാൻ ആയിട്ടില്ല. പക്ഷേ എനിക്കറിയാം വചനം പറയുന്ന ലോകം മുഴുവനും പോകുന്നുണ്ട് ഇപ്പം. കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചില വിഷൻസ് നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരുമ്പം നമ്മൾ ഒന്നേ ചിന്തിക്കാനുള്ളൂ, എന്താണ് ജോലി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, അതിൽ വിശ്വസ്തയോടെ നീ ചെയ്യുക. കാൺമീനം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവിന് ഇത്ര വലിയ സ്നേഹം. ഈ നമ്മൾ ദൈവസന്നിധിയിൽ മുമ്പേ ഒന്ന് നിൽക്കുമ്പോഴേ ഇതിൽ കൂടുതൽ ദൈവത്തിന് എന്നെ നിങ്ങളെ സ്നേഹിക്കാനൊക്കത്തില്ല. ഇതിൽ കൂടുതലൊരു സ്നേഹം ഇല്ല. ബിക്കോസ് നമ്മൾ പകുതി മാറ്റി വെച്ച് സ്നേഹിക്കും. കർത്താവ് സ്നേഹിക്കുമ്പം പൂർണ്ണമായിട്ട് അവൻ നമ്മളെ സ്നേഹിക്കുകയാണ്. He gave himself to us. അവനെ തന്നെ. ഇതിൽ കൂടുതലായിട്ടൊരു സ്നേഹം കിട്ടണമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. He has seen you in all totality in his full love. പൂർണ്ണസ്നേഹം. ആ പൂർണ്ണസ്നേഹത്തിൻ്റെ ആഴമാണ് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുകയാണ്. എന്ത്? പിതാവിൻ്റെ ഇത്ര വലിയ സ്നേഹം. അങ്ങനെ തന്നെ റീഅഫേമിങ് ആണ്, അങ്ങനെ തന്നെ ആകുന്നു എന്ന് വീണ്ടും എംഫസൈസ്. അങ്ങനെ തന്നെയാണെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ ദൈവം പറയും അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ പറയും അല്ല അവർ വേറൊരു കുഴപ്പമുണ്ട് ഇവർക്ക് അവരുടെ അപ്പനൊന്നും ശരിയല്ലായിരുന്നു, അവരുടെ കുടുംബം അങ്ങനത്തെ ഇതുമെല്ലാം പറഞ്ഞിട്ട് പ്രസക്തിയുണ്ട്? ഒരു പ്രസക്തിയില്ല. അവൻ പണ്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രസക്തിയില്ല. എവറിത്തിങ് ഈസ് വാഷ്ഡ് ഔട്ട് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിൽക്കുന്നത് യേശുവാണ്. പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പം പിതാവ് കാണുന്നത് എന്നെയല്ല, നിങ്ങളെയല്ല, പുത്രൻ്റെ സ്വരൂപമാണ് അവിടെ കാണുന്നത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ടതല്ല, ഇപ്പോഴാണ് ലഭിക്കേണ്ടത്. I hope this instilled or engraved in the heart of people. ഹൃദയങ്ങളിൽ ഇത് എഴുതാൻ ഈ സത്യം ആര് പറഞ്ഞു പിടിപ്പിക്കും? നമ്മൾ പറയുകയാണ്, ദൈവമേ, ഹിസ് ഹാർട്ട് ഈസ് ഗ്രീവിങ് ഫോർ ദാറ്റ്. ആരിത് പറയും? ആരെനിക്ക് വേണ്ടി? കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കാൻ പിതാവിന് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുക. അത് പുത്രൻ. അപ്പം ദിസ് ഈസ് ദി അഗാപ്പേ ലവ്. അപ്പം നമ്മൾ ചിലപ്പോഴും പറയുമോ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പല ഭാവികളുടെയും നമ്മൾ ഇവാഞ്ചലിസ്റ്റൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരോടും നമ്മൾ പറയും, നമ്മളവിടെ ചെല്ലുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു പല പ്രാവശ്യം ഒരു മനുഷ്യനോട്, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് പല പ്രാവശ്യം അയാൾക്ക് ദേഷ്യം വന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതെല്ലാവരും വന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ അറിയും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന്. Because he was really angry. And when you really go through pain, you don't realize ദൈവം സ്നേഹിക്കുന്നു. ലാസ്റ്റിൽ ഒരുത്തനും വന്ന് ദൈവം നിന്നെ അപ്പോൾ അയാൾ ചോദിച്ചു, അതെങ്ങനെയാണ് ഞാൻ അറിയുന്നത് എന്നെ ദൈവം സ്നേഹിക്കുന്നു? അപ്പോൾ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 5:6-8 വരെയുള്ള വാക്യം. ആ വാക്യം, അതായത് വേദപുസ്തകത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഉത്തരമില്ലാത്ത ഒരു കാര്യം ഈ ഭൂമിയിലില്ല. ദൈവത്തിന് ഉത്തരം തരാൻ വയ്യാത്ത. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 5:6 വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇത്. 5:6 ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. പിന്നെ പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ, അതായത് എൻ്റെ ഈ മനസ്സിനകത്ത് ഇങ്ങനെ ദൈവത്തോടങ്ങ് നീരസം, മനുഷ്യനോട് നീരസം, ജീവിതമേ മടുത്തിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ പറയുകയാണ്, നിന്നെ ഞാൻ അങ്ങേറ്റം സ്നേഹിച്ചത് എപ്പോഴാണ്? നിൻ്റെ ഈ ബലഹീനത വെച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I have not fathomed the depth of it. അതായത് ചില അമ്മമാർക്ക്, എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം തരുന്ന പോയിൻ്റ് ഇതാണ്, ചില അമ്മമാർക്ക് മക്കളെ വിരൂപമായ മക്കളെ ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ? പാപത്തിൻ്റെ ഇഫക്റ്റാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ എന്നാലും അമ്മമാർ അതിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന നമ്മൾ കാണുമായിരിക്കും. മൈ ഗോഡ്, എങ്ങനെ അത് ചെയ്യാൻ ഒക്കുന്നു നമ്മൾ ചിന്തിച്ചു. അതാണ് സ്നേഹത്തിൻ്റെ ആഴം. അങ്ങനെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളാരും പൂർണ്ണത നിറഞ്ഞവരോ സൗന്ദര്യം നിറഞ്ഞവരോ ഒന്നുമല്ല. ഈ ബലഹീന സ്വഭാവത്തിൽ കർത്താവ് നമ്മുടെ അകം പുറമെ ചുവ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റേജിൽ നീ ബലഹീനനായിരിക്കുമ്പോൾ അവൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട്, അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുക. അത് കഴിഞ്ഞിട്ട് വാക്യം പറയുന്നത് ഇങ്ങനെയാണ്:
ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. നീതിമാനാന്ന് പറഞ്ഞുകൊണ്ട് ആരും മരിക്കാനൊന്നും പോകുന്നില്ലെന്ന് അങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുണി. ആരെങ്കിലും ഒത്തിരി സഹായം ചെയ്താൽ ചിലപ്പം ഗുണവാന്. ദ ടെയിൽ ഓഫ് ടു സിറ്റീസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ മാറി, നാളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആൾ രാത്രി പോയി മാറുന്നുണ്ട്, വേറൊരാൾ പോയി ഇടയ്ക്ക് നിന്നിട്ട് മരിക്കാൻ ആളിനെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്കറിയാം. അപ്പം പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഗുണവാന് വേണ്ടി. പക്ഷെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരുന്നപ്പോൾ, അതായത് ദേഹം മുഴുവനും വിണ്ട് കീറി പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീർണവസ്ത്രം ഉടുക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ തിരിച്ചെടുക്കാൻ വേണ്ടി പാപികളായിരുന്നപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി മാറി. അവിടെയാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ കാൺമീൻ. നീ ദൈവമകളാകാൻ, നീ മകനാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പുത്രനെ നിൻ്റെ സ്ഥാനത്ത് പകരക്കാരനായിട്ട് അയച്ചു കൊടുത്തു. എപ്പോഴും നിനക്ക് ഒരിക്കലും അർഹിക്കാത്ത സമയത്ത്. അതുകൊണ്ടാണ് പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് ദൈവസ്നേഹം കാണാനായിട്ട് പറയുന്നത്. പിതാവ് സ്നേഹിച്ചെന്ന് അങ്ങനെ തന്നെ എന്ന് വചനം പറയുന്നു. പിന്നെന്താണ് റിയഷ്വറിയൽ? പിന്നെന്താണ് സംശയം? നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഹൃദയങ്ങളിൽ ചെന്ന് കൊള്ളട്ടെ. ഇത് നമ്മൾ എച്ചിങ് എന്ന് പറയും. അതായത് ഹൃദയത്തിനകത്തോട്ട് ഇങ്ങനെ ഇംപ്രിൻ്റ് ചെയ്ത് എഴുതി വെക്കുകയാണ്. അത് ചെയ്യണം, അത് ചെയ്തേ പറ്റും, ദിനം പ്രതി ഇത് ചെയ്യണം. അതെല്ലാം ദിനം പ്രതി മറ്റുള്ളവർക്ക് നമുക്കും ഇത് ആവശ്യമുണ്ട്. ഐ ആം പ്രഷ്യസ് ടു ഗോഡ്, ഐ ആം പ്രഷ്യസ്, ദൈവത്തിന് വിലപ്പെട്ട. ഞാനിവിടെ നമ്മൾ വീട്ടിലൊക്കെ പല ആർഗ്യുമെൻ്റ് വരും. കുഞ്ഞുങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, മമ്മിയോട് പറയാൻ സൂക്ഷിക്കണം, ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാൻ ദൈവത്തിന് വിലപ്പെട്ടത്. എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയാം, സൂക്ഷിച്ചോണേന്ന് ഞാൻ തീർത്തും പറയും. കാരണം ഐ നോ ദ ക്ലോസ്നെസ് ഗോഡ് ഹാസ് വിത്ത് മീ. ദൈവത്തിന് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. നാളെ പറയാൻ ഒക്കുമെന്ന് എനിക്കറിയാം, ഇന്നെനിക്കറിയാം. നാളെ നടത്തുന്നവൻ നടത്തിക്കോളും. പക്ഷെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ. അസാധ്യമായിട്ടൊരു കാര്യം ദൈവത്തിൻ്റെ മുമ്പിലില്ല. ദൈവസ്നേഹത്തിന് കടന്നു ചെല്ലാൻ വയ്യാത്ത ഒരു സ്ഥാനവുമില്ല. യേശയ്യ പറയുന്നുണ്ടല്ലോ, ഏത് കുഴിയിലും പിന്നെ കൈ എത്തിച്ചെല്ലാത്ത കുഴികൾ ഈ ഭൂമിയിലില്ല. പിന്നെയോ നിങ്ങളുടെ അകൃത്യവും, അതായത് നിങ്ങളുടെ അകൃത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ്. ഏറ്റവും വലിയ പാപം ദൈവത്തെ ഈ പുത്രനെ അയച്ചു തന്നിട്ട് നമ്മൾ പുത്രനെ വിശ്വസിക്കുക. ആ ഒരു പാപമാണ് യോഹന്നാൻ്റെ 16:8 എഴുതി വെച്ചിരിക്കുന്നത്. ഒരൊറ്റ പാപമാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ നിൽക്കുന്നത്. പിതാവാം ദൈവം പുത്രനെ അയച്ചു തന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായിട്ട് നിന്നിട്ട് അവനിൽ വിശ്വസിക്കാത്തതാണ് ഏകപാപം. സിമ്പിൾ. ദർ ഇസ് നോ അഡീഷൻ. ഇതിപ്പോൾ ഞാൻ കോടതിയിൽ ആർഗ്യാണെങ്കിൽ ഐ സെ ദിസ് ഈസ് ദ ഫൈനൽ തിങ്. ദർ ഈസ് നോ മോർ ആർഗ്യുമെൻറ്റ്. കേസ് ക്ലോസ്ഡ്. നമ്മൾ കേസൊക്കെ ഞങ്ങൾ വക്കീലന്മാർ ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചിഹ്നം പെടും, തീർന്നു, ഈ കേസ് തീർന്നു, ദാറ്റ് കേസ് ഈസ് ഓവർ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. കേസ് തീർന്നിരിക്കുന്നു. കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് കടന്നു പോകാം. ഇനി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൻ്റെ അടുക്കിലേക്ക് പോകാം. ദൈവം നമ്മളെ വിളിക്കും. കാൺമീൻ, ഞാൻ ദൈവമക്കളെന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ഉറപ്പ് തന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ സ്നേഹത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. ഞങ്ങൾ നല്ലതായിരുന്നപ്പം സ്നേഹിച്ചെന്നല്ല, അങ്ങനെയാണ് ലോകം. ഞങ്ങളുടെ മക്കൾ പോലും ഒത്തിരി ബലഹീന സ്വഭാവം കാണിക്കുമ്പോൾ ഞങ്ങൾ അപ്പനും അമ്മ അയ്യോ ഇത് വയ്യായേ വേണ്ടായേ എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ. ആ സ്ഥിതി ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന് ആ ഉന്നത പദവിയിലേക്ക് കയറ്റി പുത്രൻ പകരം ഞങ്ങളുടെ പാപത്തിന് ശിക്ഷയേറ്റതുകൊണ്ട് എങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും? അതെങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ അനേക ഹൃദയങ്ങൾ ഇത് ചെന്ന് കൊള്ളുന്നുണ്ട്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നു? അതിൻ്റെ മുമ്പിലേക്ക് വിഷയം ഏൽപ്പിച്ചു വെക്കുക. പക്ഷേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ദിവ്യ സ്നേഹം ഒഴുകണം. ഈ വിശുദ്ധ സ്നേഹത്തിൻ്റെ ഉറവ തുടങ്ങിയാൽ അതിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കാനൊക്കത്തില്ല. അത് എവിടേക്ക് ഒഴുകുന്നു? നമ്മുടെ ഭവനങ്ങളിൽ ആദ്യം, നമ്മുടെ ഹൃദയങ്ങളിലെ ഭർത്താവിലെ, മക്കളെ, മരുമക്കളിലെ, കൊച്ചുമക്കളിൽ. 1. 2, നമ്മൾ പോകുന്ന സമുദായത്തിൽ ചർച്ചാകാം, പിന്നെ സഭായോഗങ്ങളാകാം അവിടെ. 3, നമ്മുടെ ചുറ്റുപാട് ഇടപെടുന്ന ആളുകളിൽ, സമൂഹത്തിൽ ഒക്കെ പോകുന്നുണ്ട്. അപ്പിച്ച ഇതിവിടം തുടങ്ങണമല്ലോ. അപ്പിച്ച പറയുന്ന ഈ ഉറവ തുടങ്ങിയാൽ നിൽക്കത്തില്ലെന്ന്.
ആ ഉറവ തുടങ്ങട്ടെ, ഉറവ ഇന്ന് തുടങ്ങട്ടെ, അത് തുടങ്ങട്ടെ അപ്പച്ച. അങ്ങനെ സംഭവിക്കുന്നതിന് സ്തോത്രം. ഈ ദിവ്യസ്നേഹത്തിൻ്റെ നദി എസെക്കിയേൽ പറയുന്നത് പോലെ 47 ജീവ വെള്ളം ഇതാ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് പഥ്യമായ വെള്ളം പോലെ വരിക അപ്പച്ച. അത് വരുന്നിടമെല്ലാം ജീവൻ വെക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. ഈ വചനം അനേക കുടുംബങ്ങളിൽ ചെന്ന് കയറട്ടെ, അനേക മക്കൾക്കിത് കടന്നു ചെല്ലട്ടെ അപ്പച്ച. അങ്ങനെ അവിടെയെല്ലാം ശുദ്ധമാക്കുന്ന വെള്ളത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ജീവൻ തുടങ്ങിയിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി അപ്പച്ചൻ. അത് ഏറ്റെടുത്തതിനാൽ നന്ദി. അനേക ഹൃദയങ്ങളിലെ ഭാരങ്ങൾ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു. ആരിത് വഹിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ തോള് കാണിച്ചേച്ച് എൻ്റെ പുറത്ത് വെച്ചോ എന്ന് പറയുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മുഖമൊടിച്ചു കളഞ്ഞതിന് നന്ദി. നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.